സെയിൻസ് ടൗണിൽ എല്ലാ ആഴ്ചയും നമ്മൾ വിശുദ്ധ ജീവിതങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഇന്ന് ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങൾ വിചാരിക്കും ക്രിസ്മസിന് ഇത്ര സ്പെഷ്യലായിട്ട് എന്താ ഉള്ളതെന്ന്. നമുക്കൊക്കെ അത്ര സുപരിചിതമല്ലാത്ത ചില ക്രിസ്മസ് കാര്യങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കിക്കാണുന്നു. നമ്മൾ എങ്ങനെ തുടങ്ങുന്നത്? പാട്ടുപാടി തുടങ്ങാം അല്ലേ? എന്നാ വാ. ഇഷ്ടമായോ ഈ സ്ഥലം? നല്ല തണുപ്പുണ്ട് അല്ലേ? വെയിലില്ല, ചൂടില്ല. ഇത് ഏത് ട്രീയാ? ഈ പൈൻ. ഇതാണ് പൈൻ വാലിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പൈൻ ട്രീ ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താ പൈൻ ട്രീയും ക്രിസ്മസുമായിട്ടുള്ള ബന്ധം? ക്രിസ്മസ് ട്രീക്ക് ഉപയോഗിക്കുന്നത് പൈൻ ട്രീ ആണ് അല്ലേ? ഈ ക്രിസ്മസ് ട്രീയുടെ ഒരു ട്രഡീഷൻ ഏത് രാജ്യത്തു നിന്നാണ് തുടങ്ങിയതെന്ന് അറിയാവോ? ഇല്ല. ജർമ്മനിയിൽ നിന്നാണ്. അതായത് 7th സെഞ്ച്വറിയിൽ ഈ നമുക്കറിയാം മിഷനറിമാർ സുവിശേഷം സന്ദേശം ഈശോയെ പരിചയപ്പെടുത്താനായിട്ട് പല രാജ്യങ്ങളിലേക്ക് മിഷന് പോകും. അപ്പോൾ ജർമ്മനിയിൽ 7th സെഞ്ച്വറിയിൽ മിഷനറിമാർ ചെന്നിട്ട് നമ്മൾ ഈ പൈൻ ട്രീയുടെ ശിഖരമില്ലേ, അതിൻ്റെ ഒരു ഷേപ്പ് എന്താ? കോൺ ഇല്ലേ? ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ ഈ മിഷനറിമാർ ഇതിൻ്റെ പൈൻ ട്രീയുടെ കമ്പ് കാണിച്ചിട്ട് ആ ട്രയാങ്കിൾ ഷേപ്പ് കാണിച്ചിട്ട് ട്രിനിറ്റിയെ പരിചയപ്പെടുത്തും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ അങ്ങനെ ഇവരെ ആ ഒരു കമ്പിൻ്റെ സിമ്പിൾ വെച്ച് ട്രിനിറ്റിയെ പരിചയപ്പെടുത്തി അങ്ങനെ ധാരാളം പേര് വിശ്വാസത്തിലേക്ക് വരും. അപ്പോൾ ഈ ക്രിസ്മസ് സീസണായി കഴിയുമ്പം ജർമ്മനിയിലുള്ള ആളുകൾ അവരുടെ ക്രിസ്ത്യാനിറ്റിയുടെ സിമ്പിളായിട്ട് ക്രിസ്മസ് സീസണിൽ ഈ പൈൻ ട്രീയുടെ കമ്പൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നീട് ജർമ്മനിയിൽ തന്നെ 14th സെഞ്ച്വറിയിൽ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ മിറക്കിൾ പ്ലേ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തെ ഹവയും ഏദൻ തോട്ടത്തിലാക്കി, പക്ഷെ അവർ തെറ്റ് ചെയ്തു, അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അത്രയും സംഭവങ്ങൾ 24-ാം തീയതി രാത്രി നമ്മുടെ ക്രിസ്മസ് ഈവ്, മിഡ് നൈറ്റ് മാസിന് മുമ്പ് എല്ലാവരും വിശ്വാസികളെല്ലാവരും കൂടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇവർ കുറേ ആർട്ടിസ്റ്റുകൾ ഇവർ കോസ്റ്റ്യൂമൊക്കെ ആദവും ഈവുമായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് മിറക്കിൾ പ്ലേ ഇവർ അവതരിപ്പിക്കും. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം ഈ മിറക്കിൾ പ്ലേ കഴിയുമ്പം ആദത്തെയും ഹവയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്ന വരെയുള്ള സംഭവങ്ങൾ ഇവർ പ്ലേ ചെയ്യും. അപ്പം 24-ാം തീയതി പാതിരാത്രിയിലെ കുർബാനയുടെ സമയത്ത് ആ മിഡ് നൈറ്റ് മാസിൻ്റെ സമയത്ത് ആദത്തിനും ഈവിനും രക്ഷ കിട്ടുന്നു എന്നുള്ളതായിരുന്നു ജർമ്മൻ ജനതയുടെ ഒരു വിശ്വാസം. അങ്ങനെ ഇവർ മിറക്കിൾ പ്ലേ ചെയ്ത്. അപ്പോൾ ഈ മിറക്കിൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏദൻ തോട്ടത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ പൈൻ ട്രീയുടെ കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് ആപ്പിൾ തൂക്കിയിടും. നമുക്കറിയാം പഴമാണല്ലോ ഇവർ സേറ്റൻ വന്ന് ടെംപ്റ്റ് ചെയ്യുന്ന പഴം കാണിച്ചിട്ട്. അപ്പം ആപ്പിൾ തൂക്കിയിടും. ഈ ആപ്പിൾസ് ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? ഗ്രീൻ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ട്രഡീഷണൽ കളേഴ്സാണ് റെഡും ഗ്രീനും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
അപ്പോൾ ഈ റെഡും ഗ്രീനും ആപ്പിൾസ് കൊണ്ടുവന്നിട്ട് ഈ പൈൻ ട്രീയുടെ കമ്പ് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഇവരിത് ഈ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒറിജിനലി ഗിഫ്റ്റുകൾ ക്രിസ്മസ് ട്രീക്കകത്ത് തൂക്കും. എന്നിട്ട് ക്രിസ്മസും കഴിഞ്ഞിട്ട് പിന്നെ 12-ാം ദിവസം, അതായത് January 6th ഫീസ്റ്റ് ഓഫ് എപ്പിഫനി, പൂജരാജാക്കന്മാരുടെ തിരുനാളെന്ന് നമ്മൾ പറയും. അന്നാണ് ഈ ശരിക്കും ഈ ക്രിസ്മസ് ട്രീ എല്ലാവരും ഇളക്കി മാറ്റുന്നത്. അപ്പോൾ ആദ്യ നാളുകളിൽ പള്ളികളിൽ നിന്ന് പിന്നീട് ഇത് വീടുകളിലേക്കൊക്കെ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. പള്ളികളിലുള്ള ഒരു സംഭവം ഈ 6th ഈവനിങ്, January 6th ഈവനിങ് വരും. ഇനി നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ആൻറ്റി ഇനി പറയാൻ പോകുന്നു. വൈകുന്നേരം വന്നിട്ട് പിള്ളേരെല്ലാം ഓടി ട്രീയുടെ ചുറ്റും കൂടും. അപ്പോൾ ആരെങ്കിലും ഈ ക്രിസ്മസ് ട്രീ കുലുക്കുന്ന സമയത്ത് ഗിഫ്റ്റ് എല്ലാം ഇളകി വീഴുന്ന അനുസരിച്ച് പിള്ളേർ ഗിഫ്റ്റ് പറക്കി എടുക്കും. ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ട്രീ എന്നുള്ളൊരു സിസ്റ്റം, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് മാർട്ടിൻ ലൂതറാണ്. അതിനൊരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായി. ഒരു ക്രിസ്മസ് സീസണിൻ്റെ ഈവനിങ്, നമുക്കറിയാം വിൻ്ററാണ്. അപ്പം പൈൻ ട്രീയുടെ ഇടയിൽ കൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പം ആ ഒരു കാഴ്ച അദ്ദേഹത്തിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതായത് ഈ പൈൻ ട്രീയുടെ ലീഫിലൊക്കെ സ്നോ വന്നിങ്ങനെ വീണിരിക്കുന്നു. അപ്പം നമുക്കറിയാം സന്ധ്യയായി, ആകാശത്ത് ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഈ മൂണിൻ്റെയും സ്റ്റാർസിൻ്റെയൊക്കെ ലൈറ്റ് ഇങ്ങനെ വന്ന് ഈ സ്നോയിൽ അടിച്ചിട്ട് ഇതിങ്ങനെ ഭയങ്കര റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ട്രീ ഇങ്ങനെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ അദ്ദേഹത്തിന് തോന്നി. അപ്പം ഈ ഒരു മൂഡിൽ ഇദ്ദേഹം വീട്ടിലോട്ട് ചെന്നിട്ട് വൈഫിനെ മക്കളെയൊക്കെ വിളിച്ച് ഇവരുടെ വീട്ടിലൊരു എവർഗ്രീൻ ചെടിയുണ്ട്, അതിനകത്തേക്ക് ഈ തിങ്സൊക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ട്രീയുടെ ഒരു ഡെക്കറേഷനും അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് മാർട്ടിൻ ലൂതറാണ്. ഇനി ഒരു സെയിൻറ്റിൻ്റെ ലൈഫും ജർമ്മനിയും ക്രിസ്മസ് ട്രീ ആയിട്ടൊരു കണക്ഷനുണ്ട്. നമ്മുടെ പ്രോഗ്രാം സെയിൻസ് ടൗൺ, നമ്മൾ ഓഫ് കോഴ്സ് സെയിൻസിനെയൊക്കെ ഓർത്ത് പോകണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, സെയിൻറ്റ് ബാർബറ എന്ന് പറഞ്ഞൊരു സെയിൻറ്റിനെ കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. രക്തസാക്ഷിണിയായിരുന്നു. ജർമ്മനിയിലെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. ഇപ്പോൾ ബാർബറായ്ക്ക് ചെറുപ്പം മുതലേ ഈ ഒരു ഈശോയോടുള്ളൊരു ഭയങ്കര വിശ്വാസം വളരെ രഹസ്യമായിട്ടായിരുന്നു. കാരണം വീട്ടിൽ ഒത്തിരി റിച്ച് ഫാമിലിയാണ്. അപ്പം ബാർബറായെ വിവാഹം കഴിപ്പിച്ചയക്കാനൊക്കെ ആയിരുന്നു അപ്പന് ആഗ്രഹം. പക്ഷേ ബാർബറ മനസ്സുകൊണ്ട് ഈശോയാണ് എൻ്റെ മണവാളൻ, അങ്ങനെ ഒരു ഈശോയായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധത്തിലേക്കൊക്കെ വന്നിട്ട് ബാർബറ അങ്ങനെ രഹസ്യമായിട്ട് പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് അപ്പൻ ഇങ്ങനെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ നിർബന്ധിച്ച സമയത്ത് ബാർബറ സമ്മതിച്ചില്ല. പക്ഷെ സ്വന്തം അപ്പൻ തന്നെ, അദ്ദേഹം വളരെ പ്രഭുവായിരുന്നു, പുള്ളി തടവറയിലിടും ബാർബറയെ. ഒരുപാട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദേഹത്ത് പൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മിറക്കിൾ ഉണ്ടായത് എങ്ങനെ, ഇന്നിപ്പം ദേഹം മുഴുവൻ കൈയൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞാലും പിറ്റേന്ന് ബാർബറയെ കണ്ടു കഴിയുമ്പം ഇത് മുഴുവൻ ഹീൽഡായിരിക്കും. എന്നുവെച്ചാൽ എത്ര മുറിവൊക്കെ ശരീരത്തിൽ ഏൽപ്പിച്ചാലും പൂർവ്വസ്ഥിതിയിലേക്ക് കർത്താവ് കൊണ്ടുവരുമായിരുന്നു. അത്രയ്ക്കും ഒരു വളരെ മിറാക്കിള് ബാർബറയുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഈ ഭയങ്കര ദേഷ്യമായി അപ്പന്. അങ്ങനെ ബാർബറയെ വലിച്ചഴിച്ച് ഒരു തടവറയിലേക്ക് കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ഈ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ഉണങ്ങിയ കമ്പ് ബാർബറയുടെ ഡ്രസ്സിൽ ഇങ്ങനെ ഉടക്കിക്കിടന്നു. ബാർബറ ഇത് മുറി വന്നു കഴിഞ്ഞപ്പോഴത്തെ ഈ കമ്പ് ഇങ്ങനെ എടുത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഈ കമ്പ് അതിനകത്തേക്ക് ഇട്ടു. ഒരു മിറാക്കിൾ ഉണ്ടായി. എന്തായിരിക്കും ഉണ്ടായത്? അത് പിറ്റേന്ന് ആ കമ്പിനകത്ത് അത് പുഷ്പിച്ചു, പൂ വന്നു. അപ്പോൾ ഇത് ജർമ്മൻകാരുടെ ഇടയിലുള്ള ഒരു വലിയ വിശ്വാസം. ഈ 7th century ക്രിസ്മസ് ട്രീയുടെ ട്രഡീഷൻ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ഇതാണ്. 4th centuryയിലായിരുന്നു ശരിക്കും ബാർബറ ജീവിച്ചിരുന്നത്. December 4th ആണ് സെയിൻറ്റ് ബാർബറയുടെ ഫീസ്റ്റ്. അപ്പം ആ ഒരു സീസണിൽ എല്ലാവരും വീട്ടിൽ ഇതേണക്ക് വീടിനുള്ളിൽ ഇതേണക്ക് മരക്കമ്പ് വെക്കും, അത് പുഷ്പിക്കും. നമുക്കറിയാം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം മരുഭൂമിയിൽ നീരുറവ ഉണ്ടാകും എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്, യെശയ്യായുടെ പുസ്തകത്തിൽ. അപ്പം ഈശോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്നും വസന്തമല്ല. വസന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര മനസ്സിന് കുളിർമയും സന്തോഷവും തരുന്ന ഒരവസ്ഥ. ശരിക്കും ബാർബറയുടെ ലൈഫിൽ എന്തെല്ലാം പീഡനങ്ങളുണ്ടായിട്ടും വിശ്വാസത്തിൽ നിന്ന് ആരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈശോയോടുള്ള ബന്ധം ഒട്ടും കുറഞ്ഞില്ല, ആ സ്നേഹം ഒട്ടും മാറിപ്പോയില്ല. അപ്പം ബാർബറയ്ക്ക് ഈശോയോടുണ്ടായിരുന്ന സ്നേഹം ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈശോ അതിനേക്കാളേറെ ബാർബറയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിരുന്നു ആ ഉണക്കക്കമ്പ് പുഷ്പിച്ചത്. നമുക്ക് ഇതുപോലെ ഈശോയെ സ്നേഹിക്കണ്ടേ? അപ്പോൾ ക്രിസ്മസിലെ ഈ സീസണിലൂടെയൊക്കെ നമ്മൾ പോകുമ്പം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സെയിൻസും ഇവരുടെ വിശ്വാസവും ഇവർക്ക് ഈശോയോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ നമ്മൾ ഓർക്കണം. അപ്പം നമ്മൾ ഈ പൈൻ വാലിയിൽ നിന്ന് ക്രിസ്മസ് ട്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സമയത്ത് സെയിൻറ്റ് ബാർബറ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? യെസ്.
കഴിക്കണ്ടേ ചോക്ലേറ്റ്? സാന്റയെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? സാന്റയുടെ ഒറിജിനൽ ഫേസ് കാണാൻ ഇഷ്ടമുണ്ടോ? നോക്കാം അല്ലേ? ഈ ക്രിസ്മസിന്റെ സാന്റാക്ലോസ് വരുന്നത് ഭയങ്കര ജോയ്ഫുൾ മൂഡാ അല്ലേ? ഗിഫ്റ്റ്സ് കൊണ്ടുവരും, ചോക്ലേറ്റ്സ്. നമുക്കും ചോക്ലേറ്റ് ഒക്കെ കിട്ടിയില്ലേ? ഈ സാന്റാക്ലോസിന്റെ പിന്നിലും ഒരു സെയിന്റ് ഉണ്ട്. ഒരു സെയിന്റിന്റെ ചെയ്ത ഒരു പുണ്യപ്രവൃത്തിയിൽ നിന്നാണ് സാന്റാക്ലോസ് ക്രിസ്മസ് ഈവിന് നമ്മുടെ അടുത്തേക്ക് വരുന്നെന്നുള്ളൊരു കസ്റ്റം ഉണ്ടായത്. നിങ്ങൾക്കത് കേൾക്കണ്ടേ? സാന്റാക്ലോസിന്റെ പിന്നിലുള്ള സെയിന്റ് നിക്കോളാസ്. നിക്കോളാസ് ജനിച്ചത് ഏഷ്യ മൈനറിലെ വാതര എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് നിക്കോളാസിൻ്റെ അപ്പനും അമ്മയും കല്യാണം കഴിഞ്ഞു കുറേ വർഷം പ്രാർത്ഥിച്ച് കാത്തിരിഞ്ഞ് കിട്ടിയ കുഞ്ഞാണ്. ചെറുപ്പം മുതലേ നിക്കോളാസിലുണ്ടായിരുന്ന ഒരു പുണ്യം എന്താണെന്ന് വെച്ചാൽ പാവങ്ങളോടൊക്കെ ഭയങ്കര കരുണയായിരുന്നു. ആർക്കെങ്കിലും സഹായം അർഹിക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാണ്ട് അവരെ സഹായിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു സംഭവമുണ്ട്. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു യാചകനെ വഴി കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വസ്ത്രമൊന്നുമില്ല. അപ്പോൾ 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ ചെന്ന് ഇങ്ങനെ ചോദിക്കും എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ വിഷമങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് ഓടി വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ അന്നേരം ഡ്രസ്സും ഭക്ഷണവും എല്ലാം പൊതിഞ്ഞ് നിക്കോളാസിൻ്റെ കൈ കൊടുത്തു. അപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കാനുള്ള ഈ ഒരു സുഹൃതം മാതാപിതാക്കളിൽ നിന്നാണ് നിക്കോളാസിന് കിട്ടിയത്. വളർന്നു, വൈദികനായി. അത് കഴിഞ്ഞ് വൈദികനായിരിക്കുന്ന സമയത്ത്, വൈദികനാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഉണ്ടായ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന സംഭവമാണ് ഈ സാന്റാക്ലോസ് എന്ന പേരിൽ അറിയപ്പെടാനിടയായ അതിന് നിദാനമായ സംഭവം. അതായത് ആ ഗ്രാമത്തിൽ മ്യൂറോ എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട വീട്ടിൽ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അപ്പന് ജോലിയൊന്നുമില്ല, വിവാഹപ്രായം എത്തിയിട്ട് ഇവരുടെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാൻ, അതായത് മോശ ജീവിതം നയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിക്കോളാസ് അറിയുന്നു. അങ്ങനെ ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം. നിക്കോളാസ് വളരെ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്, ധാരാളം സ്വത്തുണ്ട്. അപ്പം ഒരു ദിവസം രാത്രിയിൽ ഇവരാരും അറിയാണ്ട് ഒരു പൊതിക്കെട്ടിനകത്ത് സ്വർണ്ണ നാണയങ്ങൾ അവരുടെ വീട്ടിലെ ജനാല വഴി അകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ അപ്പനാകെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ കിഴിക്കെട്ട് പോലെ ഈ പൊതി വന്ന് വീഴുന്നത്. പിന്നെ അതെടുത്ത് നോക്കുമ്പം സ്വർണ്ണ നാണയം. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു. കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ആളുടെ കല്യാണ സമയമായപ്പോഴും നിക്കോളാസ് ഇതുപോലെ തന്നെ സ്വർണ്ണ നാണയം കൊണ്ട് ഇട്ട് കൊടുത്തു. ആ പെൺകുട്ടിയെയും കല്യാണം കഴിച്ചയച്ചു. അപ്പം ആ വീട്ടുടമസ്ഥന് മനസ്സിലായി, അതായത് പെൺകുട്ടികളുടെ അപ്പച്ചന് മനസ്സിലായി, ഉറപ്പായിട്ടും അടുത്ത പെൺകുട്ടിയുടെ കല്യാണ സമയം ആ കണക്ക് കൂട്ടി ഇദ്ദേഹം ആരാണോ ഈ പൈസ കൊണ്ടിടുന്ന അവർ ഇനിയും വരാൻ സാധ്യതയുണ്ട്, ആളെ കണ്ടുപിടിക്കണം എന്നുള്ള ഈ അപ്പൻ തീരുമാനിച്ചുറച്ചു. അങ്ങനെ ആ ഒരു വിവാഹം ഇങ്ങനെ ആലോചിക്കുന്നു. ഇതിൻ്റെ ഒരു ന്യൂസൊക്കെ കിട്ടിയ സമയത്ത് എല്ലാ ദിവസവും ഇദ്ദേഹം ഇങ്ങനെ രാത്രി പതുങ്ങിയിരിക്കും ഈ വരുന്ന ആളെ കണ്ടുപിടിക്കാൻ. അങ്ങനെ അതേ ദിവസം നിക്കോളാസ് വന്നു. നിക്കോളാസ് ഈ പണക്കിഴി ഇട്ടിങ്ങി തിരിയുന്ന സമയത്ത് ഈ അപ്പൻ കയറി വട്ടം ചുറ്റി അങ്ങ് പിടിച്ചിട്ട് അപ്പോൾ നിക്കോളാസ് ഒന്ന് കുതറി. അന്നേരം പറഞ്ഞു എനിക്ക് കാണണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് ഈ പൈസ തന്നത് ഈശോയാണ്, നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി വിവാഹം കഴിച്ചയക്കുക, ദൈവത്തിന് നന്ദി പറയുക. അന്നേരം പറഞ്ഞു എനിക്ക് എന്തായാലും ദൈവം അയച്ച ഈ മാലാഖയുടെ മുഖം കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിക്കോളാസിനെ പിടിച്ച് വലിച്ച് വെട്ടത്ത് കൊണ്ടുവരുമ്പോഴാണ് നിക്കോളാസ് ആണെന്ന് മനസ്സിലാവുന്നത്. അന്നേരം ഈ അപ്പച്ചൻ പറഞ്ഞു, നിക്കോളാസ് അങ്ങ് എൻ്റെ കുടുംബത്തെ വലിയ അപമാനത്തിൽ നിന്ന്, എൻ്റെ മക്കളുടെ ആത്മാക്കളെ തിന്മയിൽ നിന്നും അങ്ങ് രക്ഷിച്ചു, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ശരിക്കും നിക്കോളാസിൻ്റെ ലൈഫിൽ സാന്റാക്ലോസ് എന്നറിയപ്പെടാനിടയായ കാരണം. ഇനി ഈ സാന്റാക്ലോസ് എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഒക്കെ സെയിൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞാണ് സാന്റാക്ലോസ് ആയത്. നിക്കോളാസിൻ്റെ ഫീസ്റ്റ് ഡിസംബർ 6 ആണ്. അപ്പോൾ ക്രിസ്മസ് ഈവ് ഡിസംബർ 1 മുതൽ 25 വരെ മിക്ക രാജ്യങ്ങളിൽ ഈ 25 ഡേയ്സും സാന്റാക്ലോസ് വീടുകളിലൂടെ പോവും. ജർമ്മനിയിലൊക്കെ ഇങ്ങനെ ഒരു കസ്റ്റമുണ്ട്. അതായത് ഈ സാന്റാക്ലോസ് വരുന്നതിന് മുമ്പ് അത് ഒരു നേരത്തെ ഫിക്സ് ചെയ്യും, സാന്റാക്ലോസ് ഇന്ന ആളാണ്. അപ്പോൾ ഈ പേരൻസ് സാന്റാക്ലോസിനോട് സീക്രട്ടായിട്ട് പറയും മക്കളിൽ മാറേണ്ട ചില കാര്യങ്ങൾ, ചില ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഈ സ്വഭാവം മാറണം എന്ന് പറയും. അപ്പോൾ സാന്റാക്ലോസ് ആ ദിവസം വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ അഡ്വൈസ് ചെയ്യും, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ അവരുടെ ലൈഫിൽ നല്ല നല്ല ക്വാളിറ്റീസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ജർമ്മനിയിലുണ്ട്. ക്രിസ്മസിൽ നമ്മളൊരു ഫെസ്റ്റിവൽ മൂഡിനപ്പുറത്ത്
നമ്മൾ പോകുന്ന ക്രിസ്മസിന് നമ്മൾ വരുന്ന ക്യാരക്ടേഴ്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിൻ്റെ പിന്നിലും ഒരു മീനിങ് ഉണ്ട്. എല്ലാം കൊണ്ടും ക്രിസ്മസ് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫീസ്റ്റാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? ഒന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, എന്തായിരിക്കും അടുത്തത്? അറിയത്തില്ല അല്ലേ? ഞാനൊരു ക്ലൂ തരാം. ക്രിസ്മസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ഫുഡാണ്, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്രിസ്മസ് സീസണിൽ എല്ലാ വീടുകളിലും അതുണ്ടാവും. ഇനി പറയാം. യെസ്. അപ്പൊ നമ്മൾ ക്രിസ്മസ് കേക്കിനെ കുറിച്ച് കേൾക്കാൻ പോവാ. ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പേ മദർ തെരേസ ഇഷ്ടമല്ലേ നിങ്ങൾക്കെല്ലാം? മദർ തെരേസയുടെ ലൈഫിലുണ്ടായ ഒരു സംഭവം, ആൻഡ് ഇത് പറയാൻ ആഗ്രഹിച്ച കാര്യം, നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കൊച്ചിനുണ്ടായ ഒരു ദൈവാനുഭവമാണ്. കൽക്കട്ടയിലാണ് സംഭവം നടന്നത്. ഈ കൊച്ച് ഒത്തിരി പാവപ്പെട്ട വീട്ടിലായിരുന്നു. അതിന് അച്ഛൻ മരിച്ചു പോയതാണ്. ഈ കുഞ്ഞിനും അവനിങ്ങനെ ക്രിസ്മസ് സീസണൊക്കെ അടുത്തപ്പം വീട്ടിൽ സ്റ്റാർ ഇല്ല, അടുത്ത വീടുകളിലെല്ലാം സ്റ്റാറുണ്ട്. അപ്പോൾ ക്രിസ്മസ് കേക്ക് വേണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവ ക്രിസ്മസ് അടുത്ത് വരുന്നു. 23-23 തീയതി ഒക്കെ ആയപ്പോൾ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ നമുക്ക് മാത്രം ക്രിസ്മസ് കേക്ക് വാങ്ങാൻ പറ്റത്തില്ല അല്ലേ? ഇവനിങ്ങനെ ഒത്തിരി സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, മോൻ ഈശോയോട് പ്രാർത്ഥിക്കുക, ഈശോ മോന് കേക്കൊക്കെ തരും, കേക്കും സ്റ്റാറും ഒക്കെ തരും എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അങ്ങ് വിടും. അങ്ങനെ 24 തീയതിയായി. അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ അകലെ ഒരു ബേക്കറി ഉണ്ട്. ഇവൻ ആ ബേക്കറിയുടെ അടുത്ത് ഒരു പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഈ പോസ്റ്റ് വന്നിട്ട് ഇവനിങ്ങനെ ആ ബേക്കറിയിലേക്ക് നോക്കിയായിരിക്കുന്നത്. കണ്ണാടി കൂടിനകത്ത് കേക്കുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവൻ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് മദർ തെരേസ ഈ ബേക്കറിയിൽ നിന്നുള്ളവർ മദർ തെരേസയുടെ ഓർഫനേജിൽ ഉള്ള കുട്ടികൾക്കായിട്ട് കേക്ക് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. മദർ തെരേസ ഒരു വാനിനകത്ത് വന്ന് ഈ കേക്ക് എടുക്കാൻ വേണ്ടി വരിക. മദർ വന്നു, വാനൊക്കെ നിർത്തി കേക്ക് പറക്കി വെച്ച് മദർ ഇങ്ങനെ തിരിയുമ്പോഴാണ് പെട്ടെന്ന് ഈ കുഞ്ഞിനെ കാണുന്നത്. അവനിങ്ങനെ ഭയങ്കര വിഷമിച്ച് പോസ്റ്റ് പിടിച്ച് ഇങ്ങനെ ഭയങ്കര ദൈന്യതയോടെ ഇങ്ങനെ നിൽക്കുന്നു. മദർ തെരേസ വേഗം ഒരു കേക്ക് എടുത്ത് അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ അവന് കൊടുത്തിട്ട് അവനിങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ച്. അപ്പോൾ അവനിങ്ങനെ മദർ തെരേസയുടെ ഫേസിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ഈശോയാണോ? അപ്പോൾ മദർ തെരേസ ചിരിച്ചിട്ട് പറഞ്ഞ്, മോൻ ഈശോയാ ഈ കേക്ക് തന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പം എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് അല്ലേ? നമ്മൾ ക്രിസ്മസ് ശരിക്കും ഈശോ സ്നേഹമായിട്ട് ഭൂമിയിലേക്ക് വന്നു. ഈശോയെ തന്നെ നമുക്ക് വേണ്ടി പങ്കുവെച്ച് തന്നതാണ്. അപ്പം നമ്മൾ ക്രിസ്മസ് കേക്ക് മുറിക്കുമ്പം നമ്മൾ വേഗം കേക്ക് തിന്നുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു ക്രിസ്മസ് കേക്ക് പോലും മുറിക്കാത്ത കുഞ്ഞുങ്ങളൊക്കെ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ള ധാരാളം അനാഥശാലകളിൽ കഴിയുന്നവരുണ്ട്. അപ്പം മദർ തെരേസയ്ക്ക് വേണമെങ്കിൽ ആ തിരക്കിനിടയ്ക്ക് മദർ തെരേസയ്ക്ക് ശ്രദ്ധിക്കാതെ പോയായിരുന്നില്ലേ? ആ കൊച്ചു എത്രയോ നേരം ആ പോസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കേക്ക് നോക്കി വിഷമിച്ച് നിന്ന് വേറെ ആരും കണ്ടില്ല. മദർ തെരേസയ്ക്ക് അത് കാണാനായിട്ട് പറ്റി. അപ്പം നമ്മൾ ഇതിനകത്തൂടെയൊക്കെ ഈ വാഴ്ത്തപ്പെട്ടവരുടെയും വിശുദ്ധരുടെയൊക്കെ ജീവിതം കേട്ട് പോകുമ്പോൾ നമ്മൾക്കും ഈ ഒരു മറ്റുള്ളവരുടെ വിഷമിച്ച മുഖം കാണുമ്പം കാണാത്ത കണക്ക് പോകാതെ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നമുക്കുള്ളത് കൊടുക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് നമുക്കും ഉണ്ടാവണം. അപ്പോൾ ക്രിസ്മസ് കേക്ക് മുറിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാവും. ക്രിസ്മസ് കേക്ക് അതിൻ്റെ തുടക്കം യൂറോപ്പിൽ നിന്നാണ്. പക്ഷെ ആദ്യ നാളുകളിൽ കേക്ക് രൂപത്തിലല്ലായിരുന്നു. ഇപ്പം നമ്മൾ ക്രിസ്മസിന് മുമ്പേ നിങ്ങളൊക്കെ ഫാസ്റ്റ് ചെയ്യത്തില്ലേ? നമുക്കിഷ്ടമുള്ള ആഹാരമൊക്കെ ഒഴിവാക്കി. അപ്പം ശരിക്കും യൂറോപ്പിലുള്ള ആൾക്കാർ ക്രിസ്മസിന് മുമ്പ് ഇവർ ഫാസ്റ്റ് ചെയ്യുമായിരുന്നു, ഭക്ഷണമൊന്നും കഴിക്കാണ്ട്. അപ്പം നമ്മൾ കുറേ ദിവസത്തെ ഈ 24 ദിവസത്തെ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കട്ടിയുള്ള ആഹാരം കഴിക്കുമോ? ഇല്ല. അപ്പം ശരിക്കും വയറൊക്കെ ഒന്ന് സെറ്റിലാകാൻ വേണ്ടിയിട്ട് ഇവർ പോറിജാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് പായസം, മധുരമുള്ള ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്മസ് സീസണിലായിരുന്നു അത്. കുറച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ചുകൂടെ തിക്കാക്കി ക്രിസ്മസ് പുഡിങ് കഴിക്കാൻ തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞ് ഒരു 16th സെഞ്ച്വറി ആയപ്പോഴാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കേക്ക്. അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് ശരിക്കും കേക്ക് ബേക്ക് ചെയ്ത് ക്രിസ്മസ് കേക്കായിട്ട് മാറിയത്. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ ക്രിസ്മസിന് കിട്ടുന്ന കേക്ക് ഏതാ? പ്ലം കേക്ക്. പ്ലം കേക്കിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന്. അതായത് 1870 ക്വീൻ വിക്ടോറിയ രാജ്ഞിയാണ് ഈ പ്ലം കേക്കിൻ്റെ ഒരു തുടക്കക്കാരി. പ്ലം കേക്ക് വന്നപ്പോൾ ആദ്യ നാളുകളിൽ വെച്ചാൽ ഈ പാവപ്പെട്ട വീടുകളിലൊന്നും അങ്ങനെ കേക്ക് ഉണ്ടാവത്തില്ല. ശരിക്കും സമ്പന്ന കുടുംബങ്ങളിൽ മാത്രമേ ക്രിസ്മസ് കേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് വളരെ എല്ലായിടവും വ്യാപിച്ചു. എല്ലാ വീടുകളിലും ക്രിസ്മസ് കേക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ക്രിസ്മസ് കേക്കും
റെഡിയാണ് അല്ലേ? ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത് ഒരു സ്നേഹം, സന്തോഷത്തിൻ്റെ ഒരു പങ്കുവെക്കൽ കൂടിയാണ് നമ്മളിവിടെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിച്ചാണ് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആരെ നമ്മൾ വിഷ് ചെയ്യാൻ പോകുന്നത്? ഈശോയുടെ ബർത്ത്ഡേ ആണ് അല്ലേ? യെസ്, വാ മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ജീസസ്, ഹാപ്പി ബർത്ത്ഡേ ജീസസ്, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജീസസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുൽക്കൂടിൻ്റെ മുമ്പിലാണ് അല്ലേ? അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഈ പുൽക്കൂടിൻ്റെ ഈ രൂപകൽപ്പന കൊടുത്ത ഒരു വിശുദ്ധനുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും അറിയാമായിരിക്കും. ആരാ അത്? യെസ്. അതായത് 1223 അന്നത്തെ മാർപ്പാപ്പയായിരുന്നു ഹൊണോരിയൂസ് മൂന്നാമൻ. ഫ്രാൻസിസ് അസീസി റോമിലെത്തി മാർപ്പാപ്പയെടുത്ത് എന്ന് ഇപ്പം നമ്മളിന്ന് കാണുന്ന ഈ പുൽക്കൂടിൻ്റെ ഈ രൂപകൽപ്പന മാർപ്പാപ്പയെ കാണിച്ചു. അതായത് പുൽക്കൂട്ടിലെ ഉണ്ണീശോ, മാതാവ്, ഔസേപ്പിതാവ്, പിന്നെ നമ്മൾ ആട്ടിടയന്മാരെ കാണുന്നുണ്ട്. പിന്നെ ആരാ ഉള്ള? 3 രാജാക്കന്മാരല്ലേ? അപ്പം ഈ ഒരു ഇന്ന് കാണുന്ന പുൽക്കൂടിൻ്റെ ആ ഒരു രൂപകൽപ്പന ഉണ്ടാക്കി മാർപ്പാപ്പയ്ക്ക് കൊടുത്തിട്ട് അനുവാദം ചോദിച്ചു, ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെ മാർപ്പാപ്പ അനുവാദം കൊടുത്തു. ഫ്രാൻസിസ് അസീസി തിരിച്ച് ആശ്രമത്തിൽ ചെന്നിട്ട്, അന്ന് ഫ്രാൻസിസ് അസീസിയെ സഹായിച്ചത് ജിയോവാനി എന്ന് പറയുന്ന വേറൊരു സന്യാസിയാണ്. അങ്ങനെ ഇവർ പുൽക്കൂടൊക്കെ തയ്യാറാക്കി ഈ പുൽക്കൂടിൽ നിന്ന് നമ്മൾ കാണുന്ന ഈ രൂപങ്ങളെല്ലാം വച്ചു. അത് കഴിഞ്ഞ് നമുക്കറിയാം, ക്രിസ്മസ് രാത്രി കുർബാനയ്ക്ക് ശേഷമല്ലേ നമ്മൾ ഉണ്ണീശയെ പുൽക്കൂടിന് ഉള്ളിലേക്ക് വെക്കുന്നത് അല്ലേ? വീട്ടിലങ്ങനെ ചെയ്യാറില്ലേ നിങ്ങൾ? അപ്പം അങ്ങനെ അസീസിയും രാത്രി പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് വളരെ ഭക്തിയോടെ ഉണ്ണിമിശിഹായെ കൊണ്ടുവന്ന് പുൽക്കൂട്ടിലേക്ക് വെച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താ ഉണ്ണീശോ ഇങ്ങനെ പുൽക്കൂട്ടിൽ വന്ന് ഒരു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത് എന്തിനായിരിക്കും? ശരിക്കും കൊട്ടാരത്തിലാണെങ്കിലേ പെട്ടെന്ന് എല്ലാവർക്കും ഈ ആട്ടിടയന്മാർക്ക് ഓടിച്ചെന്ന് കാണാൻ പറ്റുമായിരുന്നു ഉണ്ണീശോ? ഇല്ല അല്ലേ? അപ്പം ശരിക്കും ഈ തുറന്ന ഒരു എന്താ പറയുക, കതകോ വാതിലോ കാവൽക്കാരോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ ഈശോ വന്ന് പിറന്നത് ഈ ലോകത്തിലെ ഏറ്റവും എളിയ വ്യക്തിക്കും ഈശോയുടെ അടുത്തേക്ക് എപ്പോഴും എത്താം. നമ്മൾ ഈ പുൽക്കൂട്ടിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം നമ്മളൊന്ന് പുൽക്കൂട്ടിൽ ഉണ്ണീശോയെ എടുത്ത് വെക്കണ്ടേ നമുക്ക്? ഉണ്ണീശോയെ വെക്കുമ്പം ഈ പുൽക്കൂടുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വിശുദ്ധനെ കുറിച്ചും കൂടെ പറയാനുണ്ട്. അതായത് വിശുദ്ധ ജെറോം. നമ്മളിന്ന് കാണുന്ന ബൈബിൾ, ഇന്നിപ്പം നമ്മുടെ മാതൃഭാഷയിലൊക്കെ ബൈബിളുണ്ട്. ബൈബിളിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ഹീബ്രു ആയിരുന്നു. ഹീബ്രുവിൽ നിന്ന് ബൈബിള് ലാറ്റിൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വിശുദ്ധ ജെറോമാണ്. ഈ ട്രാൻസ്ലേഷന് വേണ്ടി ജെറോം 40 വർഷം എടുത്തു. പിന്നെ 40 വർഷം എന്ന് പറഞ്ഞാൽ അതിന് ജെറോം തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഈശോ ജനിച്ച ആ കാലിത്തൊഴുത്തായിരുന്നു. അതായത് ഗുഹയാണ്. ആ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ഈ പശുവിന് തൊഴുത്ത്. അതിനകത്ത് അവിടെ വന്ന് ജെറോം താമസിച്ചു 40 വർഷം. വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് വന്ന് ഈ 40 വർഷം അവിടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഹീബ്രുവിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെ ഈ ട്രാൻസ്ലേഷൻ്റെ ഒക്കെ ഇടയ്ക്ക് 40 വർഷത്തിനിടയ്ക്ക് ഒരു ക്രിസ്മസ് സമയത്ത് ജെറോമിൻ്റെ ലൈഫിൽ ഒരു അനുഭവം ഉണ്ടായി. ഒരു ദിവസം ക്രിസ്മസ് രാത്രിയിൽ ഉണ്ണീശോ ജെറോമിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ജെറോമെ, നിനക്കുള്ളതെല്ലാം നീ എനിക്ക് തരിക. ജെറോം ഗുഹയാണ്, അവിടെ വേറെ അദ്ദേഹത്തിന് അധികം സാധനങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്ന കോട്ടും ഷൂസും ഒക്കെ ഊരി ഭയങ്കര സന്തോഷത്തോടെ ഉണ്ണീശോയ്ക്ക് കൊടുത്തു. അന്നേരം ഉണ്ണീശോയുടെ ഫേസ് അങ്ങ് സന്തോഷമാവുന്നില്ല. ഉണ്ണീശോ വീണ്ടും പറഞ്ഞു, ജെറോമെ, നിനക്കുള്ളതെല്ലാം നീ എനിക്ക് തരിക. അപ്പോൾ ജെറോം ഓർത്തു, ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയതെല്ലാം ആയിരിക്കും, അപ്പോൾ എല്ലാം കൊടുത്തു. ഉണ്ണീശോ, ഇതെല്ലാം ഞാൻ നിനക്ക് തരിക. എന്നിട്ട് ഉണ്ണീശോയുടെ മുഖം തെളിയുന്നില്ല, പ്രസന്നമാകുന്നില്ല. അപ്പോൾ ജെറോമിന് വിഷമമായി. ഉണ്ണീശോ, ഞാൻ എല്ലാം തന്നില്ലേ, ഇനി എനിക്കൊന്നും തരാൻ. വീണ്ടും പറഞ്ഞു, ജെറോമെ, നിനക്കുള്ളതെല്ലാം നീ എനിക്ക് തരിക. ജെറോം പറഞ്ഞ്, ഞാൻ എല്ലാം തന്നു ഈശോയെ എന്ന് പറയും. അപ്പം ഉണ്ണീശോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജെറോമെ, നിൻ്റെ പാപങ്ങൾ നീ എനിക്ക് തരിക. നമ്മളും കുഞ്ഞുങ്ങളാണ്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ലോകത്തിലെ കുഞ്ഞുങ്ങളെയാണ്. അപ്പം നമ്മൾ ഈ പുൽക്കൂടിൻ്റെ അടുത്ത് ഇങ്ങനെ
ഇത്രയും സ്നേഹത്തോടെ നിൽക്കുന്നത് ഈശോ കാണുന്നുണ്ട്. ഈശോയ്ക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് രാത്രിയിൽ, ക്രിസ്മസിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നമ്മൾ ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ പോകുന്നത് നമ്മുടെയും കൊച്ചു കൊച്ചു വീഴ്ചകളും പാപങ്ങളും ഒക്കെയാണ്. നമ്മുടെ ഹൃദയം മറ്റാരും കണ്ടില്ലേലും ആരാ കാണുന്നത്? ഈശോ കാണുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ വീക്ക്നെസ്സസ്, നമ്മുടെ കുറവുകൾ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാൻ എന്ന് ഒരു പക്ഷേ ഈശോ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ സമർപ്പിക്കുമെന്ന് ഈശോ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് ഒന്നും കൂടി നമ്മൾ ഓർക്കണം, ഈ ബന്ധങ്ങളുടെ ഒരു ഫീസ്റ്റും കൂടാണ്. പിതാവായ ദൈവം പുത്രനായ ഈശോയെ മക്കളായ നമുക്ക് രക്ഷകനായി തന്നു. എല്ലാം ഒരു സ്നേഹത്തിൻ്റെ, ഈ ബന്ധങ്ങളുടെ എല്ലാം അടിസ്ഥാനം സ്നേഹമാണ്. അപ്പം നമ്മൾ നമ്മുടെ കുറവുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും ഒന്ന് ഓർത്ത് അത് നമുക്ക് ഉണ്ണീശോയ്ക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ പാടിയ ക്രിസ്മസ് കാരലിലെ ഒരു 2 വരി ലാറ്റിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അറിയാവോ? ഇല്ല. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഓ ബംബീനോ മിയോ ദീവൻ. നമ്മൾ പാടിയില്ലേ? അതായത് ഓ കുഞ്ഞെ, ദിവ്യ കുഞ്ഞെ, നീ ഈ തണുപ്പത്ത്, മരം കോച്ചുന്ന തണുപ്പത്ത് നീ തണുത്ത് വരയ്ക്കുന്നത് ഞാൻ അറിയുന്നു. നീ എന്നെ സ്നേഹിച്ചത് കൊണ്ട് നിനക്ക് എത്രമാത്രം ക്ലേശം സഹിക്കേണ്ടി വന്നു. ആരാ ഈ ദിവ്യ കുഞ്ഞ്? ഉണ്ണീശോ അല്ലേ? അപ്പം നമ്മൾ ഈ ഒരു പാട്ട് ഇങ്ങനെ എടുക്കാൻ കാര്യം, ക്രിസ്മസ് കാരൽസിൻ്റെ തുടക്കം, അതായത് ഏറ്റവും അധികം ക്രിസ്മസ് കാരൽസ് രചിക്കപ്പെട്ടിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഈ കരോൾ എന്ന വാക്ക് ശരിക്കും ഒരു ഫ്രഞ്ച് വേർഡാണ് കരോൾ. AD 129 ഈ റോമിൽ ക്രിസ്മസ് കുർബാനയ്ക്ക് മുമ്പ് ബിഷപ്സ് കാരോൾ ഗീതം ആലപിക്കുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഇതിന് പ്രചാരം ഉണ്ടാകുന്നത്. ശരിക്കും ആദ്യം കാരൽ സോങ് പാടിയതാരാ അറിയാവോ? ബൈബിൾ കണക്റ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആൻറ്റി ചോദിക്കും. യെസ്, മാലാഖമാർ. ആരോടാ? ഒരു മരം കോച്ചുന്ന തണുപ്പത്ത് തണുത്ത് വിറച്ചിരുന്ന ആട്ടിടയന്മാരെടുത്ത് മാലാഖമാർ വന്നിട്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോയുടെ ജനനം മാലാഖ വന്ന് ആട്ടിടയന്മാരെ അറിയിക്കുന്നു. അപ്പോൾ ആദ്യം കാരൽ സോങ്, അത് ഈ കാരൽ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതിയുടെയും ആനന്ദത്തിൻ്റെയും ഗീതം അഥവാ നൃത്തം എന്നാണ്. ഇനി ഈ കാരൽ സോങ്സിനും വളരെയധികം പ്രചാരം കൊടുത്ത സെയിൻറ്റ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെയാണ്. അസീസിയാണ് പല വ്യത്യസ്തങ്ങളായ കാരൽ സോങ്സ് ചിട്ടപ്പെടുത്തുകയും അതിന് കുറച്ചുകൂടി ഭക്തിമയം വരുത്തി പ്രചാരം കൊടുത്തതും ഫ്രാൻസിസ് അസീസിയാണ്. ലോകം മുഴുവൻ ഉണ്ണീശോയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷത്തിനപ്പുറം സ്നേഹത്തിൻ്റെ തിരുനാളാണ്. ഈശോ സ്നേഹമായി മാറിയതിൻ്റെ ഓർമ്മ. ഈ ക്രിസ്മസ് രാത്രിയിൽ നമ്മൾ എന്താണ് ഈശോയ്ക്ക് നൽകുന്ന സമ്മാനം? നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. സ്നേഹത്തിൽ നമ്മൾ ആരെയെങ്കിലുമൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് അവരെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ സ്നേഹം നിറഞ്ഞൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. നന്ദി. മെറി ക്രിസ്മസ്.